മറ്റത്തൂർ പഞ്ചായത്തിലെ ചില നീക്കങ്ങൾ കേരളത്തിൽ കോൺഗ്രസിന് വലിയ ചീത്തപ്പേര് സമ്മാനിച്ചിരുന്നു. കോൺഗ്രസ് കൗൺസിലർമാർ ഒറ്റ രാത്രി രാജി പ്രഖ്യാപിച്ചുവെന്നും ബി.ജെ.പിക്ക് കൈകൊടുത്തുവെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും ആരോപിച്ചത്. എന്നിട്ടെന്തായി? അന്ന് കുറ്റം പറഞ്ഞ മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും ഇന്ന് മറ്റത്തൂർ എന്ന വാക്ക് മിണ്ടുന്നില്ല. കാരണം അവിടെ ബി.ജെ.പിക്ക് ചരമക്കുറിപ്പ് എഴുതാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിരിക്കുകയാണ്. റോജി എം ജോണിനെയാണ് KPCC ഈ വിഷയം പഠിക്കാൻ ചുമതലപ്പെടുത്തിയത്. റോജി നടത്തിയ ഇടപെടൽ അവിടെ സമവായത്തിൽ എത്തുമ്പോൾ ബി.ജെ.പിയും CPM-ഉമാണ് നാണം കെട്ടിരിക്കുന്നത്. കോൺഗ്രസിനെ കരിവാരി തേക്കാൻ മറ്റത്തൂർ വിഷയം ആയുധമാക്കിയ CPM അതുകൊണ്ട് തന്നെ അസ്വസ്ഥരാവുകയാണ് ചെയ്യുന്നത്. DCC നേതൃത്വം വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ലെന്നും വൈകിക്കുന്നുവെന്നും പൊതുവെ അഭിപ്രായമുണ്ട്. ആദ്യം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച പഞ്ചായത്ത് അംഗങ്ങളിൽ ഒരാളായ അക്ഷയ് സുരേഷിനെ ഔദ്യോഗിക പക്ഷം തിരികെ വിളിച്ച് തങ്ങൾക്കൊപ്പം നിർത്തിയതോടെ ആ ഭാഗത്തെ അസ്വാരസ്യങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ തെറ്റുപറ്റിയെന്ന് കാട്ടി DCC പ്രസിഡന്റിനാണ് അക്ഷയ് കത്തയച്ചത്. മറ്റത്തൂർ പഞ്ചായത്ത് 23-ാം വാർഡ് അംഗമാണ് അക്ഷയ് സന്തോഷ്. പുതിയ മെമ്പർ എന്ന നിലയിൽ വീഴ്ച പറ്റിയെന്നും തന്നെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്നുമാണ് അക്ഷയ് DCC പ്രസിഡന്റിന് അയച്ച കത്തിൽ പറയുന്നത്. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചതെന്നും പാർട്ടിയിലെ എല്ലാ തീരുമാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് താൻ പ്രവർത്തിക്കുമെന്നും അക്ഷയ് DCC പ്രസിഡന്റിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. മാപ്പ് പറഞ്ഞതോടെ ഈ വിഷയം അവസാനിച്ചുവെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ താൻ തയ്യാറാണെന്നും അക്ഷയ് സന്തോഷ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ പിന്തുണ തേടിയ പഞ്ചായത്ത് അംഗങ്ങളെയും വിമത നേതാക്കളെയും നേരത്തെ അക്ഷയ് പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു. അക്ഷയ് സന്തോഷിനെ വിമത നേതാവ് TM ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ഫോൺ സംഭാഷണവും പുറത്തുവന്നിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കൊപ്പം ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുവെന്നതായിരുന്നു പ്രധാന വാദം. പഞ്ചായത്തിൽ 10 അംഗങ്ങൾ ഉണ്ടായിരുന്ന LDF ഭരണം പിടിക്കാതിരിക്കാനാണ് അംഗങ്ങൾ സ്വതന്ത്രയെ പിന്തുണച്ചത്. എന്നാൽ ഇതിന് പിന്നിൽ ബി.ജെ.പിയുമായി ധാരണയുണ്ടെന്ന പ്രചാരണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. 8 കോൺഗ്രസ് അംഗങ്ങളും 4 ബി.ജെ.പി അംഗങ്ങളുമാണ് അന്ന് സ്വതന്ത്രയായ ടെസി ജോസിനെ പിന്തുണച്ചത്. ഇതോടെ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. സമവായ ചർച്ചകളുടെ ഒടുവിൽ ബി.ജെ.പി പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചേക്കും എന്നാണ് ഏറ്റവും പുതിയ വിവരം. റോജി എം ജോൺ MLA-യുടെ നേതൃത്വത്തിൽ വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചകൾ വിജയം കണ്ടതിന്റെ സൂചനയാണിത്. വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതോടെ തങ്ങൾക്ക് ബി.ജെ.പിയുമായി യാതൊരു ധാരണയുമില്ലെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കും. പുറത്താക്കിയ 8 അംഗങ്ങളും തെറ്റേറ്റു പറഞ്ഞാൽ അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. തങ്ങളിൽ ഒരാൾ പോലും ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ലെന്നും ഇപ്പോഴും കോൺഗ്രസുകാരാണെന്നും വ്യക്തമാക്കി ഈ അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. DCC നേതൃത്വത്തിന്റെ ചില തെറ്റായ സമീപനങ്ങളാണ് സ്വതന്ത്രയെ പിന്തുണയ്ക്കാൻ കാരണമെന്നും അന്ന് ബി.ജെ.പി ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു എന്നുമാണ് ഇവരുടെ വാദം. മറ്റത്തൂരിൽ DCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും KPCC വിമതർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടെസി ജോസിനെതിരെ 6 മാസം കഴിഞ്ഞ് LDF അവിശ്വാസം കൊണ്ടുവന്നാൽ അപ്പോൾ പാർട്ടി പുതിയ നിലപാട് സ്വീകരിക്കും. തെറ്റിദ്ധാരണകളൊക്കെ ഒരുപാട് പുറത്തു വന്നെങ്കിലും കോൺഗ്രസ് അവസാനം വിജയം കാണുന്ന കാഴ്ചയാണ് മറ്റത്തൂരിൽ കാണാൻ കഴിയുന്നത്. ബി.ജെ.പിയും CPM-ഉം അവിടെ നിന്നും മൊത്തത്തിൽ പുറത്തായിരിക്കുകയാണ്. കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ സ്വയം പ്രതിരോധത്തിലായി എന്ന് പറയേണ്ടി വരും. ഒരു ഘട്ടത്തിൽ വളരെ നാണക്കേടുണ്ടാക്കിയ മറ്റത്തൂർ വിഷയം വളരെ പക്വമായി കൈകാര്യം ചെയ്ത് പ്രതിസന്ധിയെ മറികടന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം.